ഞാൻ 1968 തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നതാണ്. 68 മാറിവാനസ് കോളേജിൽ ചേർന്നു. അതിനുശേഷം മാറിവാനസിലെ പഠനം പൂർത്തിയാക്കി ഇവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചു. ഇവിടുത്തെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം LLMന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 1977. അന്നു മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് ഞാൻ MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഒരു ദീർഘകാലത്തെ ബന്ധമാണ്. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ കണ്ട തിരുവനന്തപുരമല്ല ഇന്നത്തെ തിരുവനന്തപുരം. അത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്യാനോ തുടർന്ന് അല്ലെങ്കിൽ ജീവിതാവസാനം വരെ തുടർന്ന് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വേരുകൾ എൻ്റെ ഗ്രാമമാണ്, എൻ്റെ നാടാണ്. തിരുമാറാടി പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത്, മൂവാറ്റുപുഴ താലൂക്കിൽ. എനിക്കിപ്പോഴും കുടുംബവും കുടുംബ ബന്ധങ്ങളും എല്ലാം എൻ്റെ നാട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ വേരുകൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതാണ് എനിക്കെപ്പോഴും ഇഷ്ടമായിട്ടുള്ള ഒരു സംഗതി. ഇതാണ് എൻ്റെ തറവാട്. താണികുന്നേൽ എന്നാണ് ഈ വീടിൻ്റെ പേര്. ഞാൻ ഈ വീട്ടിലെ 5ാമത്തെ തലമുറക്കാരനാണ്. എൻ്റെ പൂർവികരായിട്ട് വന്ന് സെറ്റിൽ ചെയ്ത ഒരു പ്രദേശമാണിത്. ഇന്നും ഒരു ഗ്രാമീണ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ കാരണവന്മാരിവിടെ വന്ന കാലമെന്ന് പറയുന്നത് യാതൊരു നിലയിലുള്ള ജീവിത സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത്. വഴിയില്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇല്ല. പിന്നെ നാട്ടുംപുറം കൃഷിയായിരുന്നു ഇവിടെ മനുഷ്യരുടെ ജീവിത മാർഗം. ഇന്നും ഒരു തികഞ്ഞ കാർഷിക മേഖലയാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ വീട് 1963 എൻ്റെ ഫാദറായിട്ട് എൻ്റെ അപ്പനായിട്ട് ഉണ്ടാക്കിയ വീടാണിത്. അതിനു മുമ്പുണ്ടായിരുന്ന വീട് എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഴയ ഒരു വീട്, ആ വീട് എന്ന് പറയുന്നത് ആദ്യം വൈക്കോൽ മേഞ്ഞ വീടായിരുന്നു. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അന്ന് എല്ലാ വീടുകളും വൈക്കോൽ മേഞ്ഞ വീടുകളാണ്. അന്ന് ഓടില്ല. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഓടൊക്കെ വന്ന് പോപ്പുലറായി വന്ന കാലത്ത് ഓടാക്കി മാറ്റി. ഇത് പിന്നെ നിലവറയും അതുപോലെ തന്നെ പത്താഴങ്ങളുമൊക്കെ ഉള്ളൊരു വീടാണ്. പഴയ വീടിൻ്റെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് നിലവറ. ഞങ്ങളൊക്കെ പിള്ളേരായിരിക്കുന്ന സമയത്ത് ഒളിച്ചു കളിക്കാൻ എല്ലാ സീസണിലും നിലവറയ്ക്കകത്ത് പിന്നെ നെല്ല് കാണില്ല. നെല്ല് കാണാതിരിക്കുമ്പോൾ ഒളിച്ചു കളിക്കാൻ പോകുന്നതിനകത്ത് പോയി ഒളിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിലവറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പത്താഴം, ധാരാളം പത്താഴങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം നെൽകൃഷിയാണ് ഇവിടുത്തെ പ്രധാന ഒരു കാർഷിക വൃത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ വീടിനോട് അനുബന്ധമായിട്ട് തന്നെ തൊഴുത്ത് കാണാം. അന്ന് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്ത് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രൗഢി എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ എത്രയേർ കാളയുള്ള വീടാണ്. 2 കാളയാണ് ഒരേറെന്ന് പറയുന്നത്. എത്രയേർ കാളയുള്ള വീടാണ്. അപ്പോൾ എത്ര പറ കണ്ടം കൃഷിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പറക്കണക്കാണ്. അപ്പോൾ എത്ര പറ കണ്ടം കൃഷിയുണ്ട്, എത്രയേർ കാള ആ വീട്ടിലുണ്ട്, അവരുടെ തൊഴുത്തിൻ്റെ വലിപ്പം എത്രയാണ്. അതൊക്കെയാണ് പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാരൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ എപ്പോഴും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ ഞങ്ങളൊക്കെ ഞാൻ തികഞ്ഞ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് പിന്നെ പഠിച്ചതുമൊക്കെ തന്നെ. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് റോഡൊന്നുമില്ല, ബസ്സും ഇല്ലല്ലോ ഇതിലൊന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വരമ്പയിൽ കൂടെ നടന്ന് മല കയറി, അവിടെ തൊണ്ടാണ്, മല കയറി ഇറങ്ങി പിന്നെയും നടന്നാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലം എന്നൊക്കെ പറയുന്നത് ഒരു ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാലം. അന്ന് ഈ ഭാഗത്തൊക്കെ റേഡിയോ പോലും ഇല്ല. ആദ്യം റേഡിയോ ഈ ഞങ്ങളുടെ ഈ പരിസര തൊട്ടടുത്ത പ്രദേശങ്ങൾ വെച്ച് പറഞ്ഞാൽ ആദ്യം റേഡിയോ വരുന്നൊരു വീടിതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലം. അന്ന് റേഡിയോ കേൾക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ. അങ്ങനെ ഒരു ഇപ്പോൾ ഒന്നൊരു പുതുമയില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ടെലിവിഷനായി, മറ്റു കാര്യങ്ങളായി. അതുപോലെ തന്നെ വൈദ്യുതി വന്ന സമയമൊക്കെ ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. വലിയ ആഘോഷമായിരുന്നു ഈ പ്രദേശത്തൊക്കെ.
കാരണം മണ്ണെണ്ണ മുമ്പിലിരുന്ന് പഠിച്ച എനിക്ക് തോന്നുന്നത് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് മണ്ണെണ്ണ മുമ്പിലിരുന്നാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിലെങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരിതാണ്. പിന്നെ എനിക്ക് പറയാൻ കഴിയുന്നത്, ഞാനിവിടെ ഈ ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് എനിക്കൊരുപാട് മനുഷ്യരുടെ സാധാരണക്കാരൻ്റെ വികാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും എനിക്കിഷ്ടം, ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ ഭാഗം ഇവിടെ വന്നിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പട്ടണത്തിൽ സൗകര്യങ്ങളൊക്കെ ഏറെ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോഴുള്ളൊരു സുഖവും ഒരു പ്രത്യേകതയും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ അമ്മയാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് എൻ്റെ ഫാദർ. രാഷ്ട്രീയ പ്രവേശന സന്ദർഭത്തിൽ എനിക്ക് വേണ്ട ഒരു പിൻബലം പ്രധാനമായിട്ട് നൽകിയത് എൻ്റെ ഫാദർ തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിലിങ്ങനെ വരും, അല്ലെങ്കിൽ എനിക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് എന്നൊക്കെ ജാതകത്തിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ക്രിസ്ത്യാനികളും ജാതകം എഴുതിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ജാതകത്തിൽ അങ്ങനെ മറ്റും പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കുള്ള എൻ്റെ താല്പര്യം വന്നപ്പോൾ എൻ്റെ ഫാദർ തന്നെയാണ് അക്കാര്യത്തിൽ നിരുത്സാഹപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1974 ഫാദർ മരിക്കുന്നത്. ഞാൻ MLA ആകുന്നതിന് മുമ്പൊക്കെ തന്നെ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 3 മക്കൾ ആദ്യം സ്കൂളിൽ പോകാൻ തുടങ്ങി 1ാം ക്ലാസ് ചേട്ടന് കഴിഞ്ഞാൽ ഇവർ തങ്ങൾ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. 2 പേരെ ഒന്നിച്ചാണ് 1ാം ക്ലാസ്സിൽ ചേർത്തത്. അപ്പോൾ ആദ്യം പോകുമ്പോൾ ഇവൻ നടക്കത്തില്ല, 4 വയസ്സേ ഉള്ളൂ. ഈ മല കയറി അപ്പുറത്ത് പോകണം. അതിനിവിടെ അണ്ണനെന്നും പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നെ വളർത്താൻ വന്നതാണ്, എൻ്റെ മക്കളെയും വളർത്തിയ മനുഷ്യൻ. അപ്പോൾ പോകുമ്പം ഈ മണ്ണത്തൂർ അത്താനിക്ക് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇവൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്, കൊച്ചിന് കാല് കഴിക്കും. 4 വയസ്സേ ഉള്ളൂ ഇവന്. അങ്ങനെ പോകുമ്പോൾ 1 വർഷക്കാലമൊക്കെ ആ മനുഷ്യൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൻ തന്നെ പോയിക്കോളും. തന്നെ വന്നിറങ്ങിയപ്പോൾ തൊട്ട് അക്രമിയാണ്. കൂടെ പോകണ പിള്ളേർക്കിട്ടുമൊക്കെ തട്ട് കൊടുക്കും. എവിടെ പോയാലും അവൻ്റെ കൈ മുമ്പേ നിൽക്കണം. ആ കുസൃതിയായിരുന്നു ചെറുപ്പത്തിൽ. എന്തെങ്കിലും അവൻ പറയുന്ന ഭാഗം ശരിയായിരിക്കണം, അല്ലെങ്കിൽ അവരോട് തട്ട് കൊടുക്കും. മറ്റവനൊന്നും പോവില്ല. ഇവന് തട്ട് കൊടുക്കുമ്പോൾ മറ്റവൻ പിടിച്ച് മാറ്റുകയുള്ളൂ, വഴക്കിലൊന്നും പോവില്ല. അതിന് പകരം കൂടെ എൻ്റെ ഇളയ മോൻ തീർക്കുമായിരുന്നു. അതായിരുന്നു. 2 പേരും 1 വയസ്സിന് മാറ്റമേ ഉള്ളൂ. ഇരട്ടകളെ പോലെ ഉടന്ന് ഇരട്ടപ്പിള്ളേരാണെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു. അത്രയ്ക്കുള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ. എന്നാൽ ആർക്കും കുസൃതരൊക്കെ കൊച്ചുനാളിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 10-16 വയസ്സായി കോളേജിലൊക്കെ ആയപ്പോഴത്തേനും കുറേശ്ശൊക്കെ ആയിരുന്നു. കോളേജ് വിട്ട് കഴിഞ്ഞ് LNBക്ക് ആയപ്പോഴത്തേനും ആ കുസൃതിയെല്ലാം വന്നു. ഇതെൻ്റെ ബ്രദറാണ്. പുള്ളി MD എല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സ്വന്തമായിട്ടുണ്ടായൊരു ഹോസ്പിറ്റലിൽ നടത്തുകയായിരുന്നു. ഇപ്പോൾ ശാരീരികമായിട്ട് അല്പം അസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്.